നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കമാണ് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും തന്റെ പരാതിക്ക് അനുകൂലമായ ഒരു നടപടിയും കാണാത്തതിനാൽ യദു ഇന്ന് നേരിട്ട് കോടതിയിൽ പോയിരിക്കുകയാണ്. യദു നൽകിയിട്ടുള്ള പരാതി മേയർക്കെതിരെയും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLAക്കുമെതിരെ നൽകിയ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ചയാണ് കേസ് കോടതി എടുക്കുന്നത്. ഏതായാലും ഈ മേയർ ആര്യ രാജേന്ദ്രനുമായി വിഷയം ഇങ്ങനെ ചൂടുപിടിച്ച ചർച്ചയെ നിൽക്കുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം നടി റോഷ്ന ആൻഡ്രോയും ഇത്തരത്തിൽ യദുവിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. യദു ഇതാദ്യമായിട്ടല്ല, മുൻപ് തന്നോടും ഏകദേശം ഒരു വർഷം മുൻപ് നടന്ന സംഭവമാണ്. തന്നോടും ഇത്തരത്തിൽ നടു റോഡിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നടു റോഡിൽ വെച്ച് പരസ്യമായി തന്നെയും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ തന്നെ വഴക്ക് പറയുകയും ആളുകളുടെ നടുവിൽ വെച്ച് തന്നെ അപമാനിക്കുകയും ചെയ്തതായി പറഞ്ഞുകൊണ്ട് നടി റോഷ്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം മേയർ ആര്യ രാജേന്ദ്രൻ അത് ഏറ്റുപിടിച്ചു. ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നടി റോഷ്നയുടെ പോസ്റ്റിനെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിച്ചു കീറുകയായിരുന്നു. കാരണം ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം മുൻപുണ്ടായിരുന്ന സംഭവത്തിൽ ഇപ്പോഴാണ് പ്രതികരിക്കാൻ കണ്ടത്. ഈ യദു തന്നെയാണ് ഇതിൽ പ്രതി എന്നുള്ളത് എങ്ങനെയാണ് റോഷ്നയ്ക്ക് അറിയാൻ തുടങ്ങിയിട്ട് നടി റോഷ്നയ്ക്കെതിരെ തന്നെ ഒരു വലിയ രീതിയിൽ വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ടായത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ വീണ്ടും വ്യക്തത വരുത്തി, താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ അനുകൂലമായ രേഖകൾ പുറത്തു വിട്ടുകൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ടാണ് നടി റോഷ്ന രംഗത്ത് വരുന്നത്. ബസ് ഓടിച്ചത് യദു തന്നെയാണെന്നാണ് റോഷ്ന സ്ഥിരീകരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തെളിവ് പങ്കുവച്ചിട്ടുള്ളത്. ജൂൺ 18-ന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും ബസ് വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു. മടക്കയാത്ര ജൂൺ 19-നും. അന്നേ ദിവസം കുന്നംകുളത്ത് വെച്ച് യദു മോശമായി പെരുമാറിയെന്നാണ് റോഷ്നയുടെ ആരോപണം. സംഭവത്തിൽ KSRTC അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം തമ്പാനൂരിലെ സെൻട്രൽ ഡിപ്പോയിലെ ഷെഡ്യൂൾ പ്രകാരം RPE 492 എന്ന ബസ്സായിരുന്നു അന്ന് യദു ഓടിച്ചത്. ആ പോസ്റ്റിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ നടി റോഷ്ന താൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്, ആ ബസ് ഓടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് നേരെ അന്ന് ഇത്തരത്തിൽ പെരുമാറിയ യദു ഓടിച്ചിരുന്ന ബസ് ഇത് തന്നെയാണെന്ന് രജിസ്റ്ററിലെ ഫോട്ടോ സഹിതമാണ് നടി റോഷ്ന പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടി റോഷ്ന ഇത്തരത്തിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബസിന്റെ ചിത്രങ്ങളടക്കം. ഈ ഒരു യദു ഓടിച്ചു എന്ന് പറയുന്ന ഒരു KSRTC ബസിന്റെ ചിത്രസഹിതമാണ് നടി റോഷ്ന പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, യദുവിന് ഈ സംഭവം ഓർമ്മയില്ലെങ്കിൽ തനിക്ക് ഓർമ്മയുണ്ടെന്നും അത്രയും മോശമായാണ് തന്നോട് സംസാരിച്ചതെന്നാണ് നടി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സംഭവ ദിവസം മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ. തൃശ്ശൂരിനെ പറ്റി വലിയ ധാരണയില്ല, കൃത്യം ഈ പഞ്ചായത്ത് എന്ന് പറയാൻ ഒരു സ്ഥലത്തെ പറ്റി വലിയ അറിവില്ല. കുന്നംകുളം എന്നായിരുന്നു ഞാൻ പോസ്റ്റിൽ പറഞ്ഞത്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിനൊപ്പം കൊടുത്തിരുന്ന ചിത്രത്തിൽ ഒരു സ്ഥലത്തിന്റെ ബോർഡ് കാണാം. ഒരു കടയുടെ ബോർഡാണത്. അതിൽ മുതുവറ എന്ന സ്ഥലം നൽകിയിട്ടുണ്ട്. അവിടെയാണ് MVD ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് MVDയോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ജൂൺ 19-നാണ് ഉച്ചയ്ക്ക് സംഭവം നടന്നത്. പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. 2 വണ്ടികൾക്ക് കഷ്ടിച്ചു പോകാനുള്ള സ്ഥലം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വളരെ സ്പീഡിലാണ് യദു അന്ന് ബസ് ഓടിച്ചിരുന്നത്. ബസ് കുറെ ഹോൺ അടിക്കുകയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പണി നടക്കുന്നതിനാൽ പതിയെ പോകണമെന്ന് അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുമുണ്ടായിരുന്നു. ആംബുലൻസ് പോകുന്നത് പോലെയായിരുന്നു യദു ബസ് ഓടിച്ചത് എന്നാണ് റോഷ്ന പറഞ്ഞത്. ഏതായാലും ഈ നടിയുമായി ഉണ്ടായ തർക്കം തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു ഇന്നലെ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം യദു വ്യക്തമാക്കിയത്. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അതുപോലെ തന്നെ ഭർത്താവ് സച്ചിൻ MLAക്കെതിരെയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യദു. തനിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള അനുകൂലമായ നടപടി ഉണ്ടാകാത്തതിനാലാണ് കോടതിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നീതി ലഭിക്കും, കൃത്യമായ അന്വേഷണം തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് യദു പ്രതീക്ഷിക്കുന്നത്.